ഓക്കെ. അപ്പോൾ പാഠം 15 വിശ്വമഹാകവി ടാഗോർ. ടാഗോറിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജനഗണമന എഴുതിയതാരാ? അറിയില്ലേ ടാഗോറിനെ? ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. എവിടെ ബുക്ക്? പിന്നെന്തിനാ വന്നേ? ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം നിങ്ങൾക്കെല്ലാം സുപരിചിതമാണല്ലോ. എന്നാൽ അതിന്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ജനഗണമന അറിയില്ല നിങ്ങൾക്ക്? എന്താണത്? നമ്മുടെ ദേശീയ ഗാനം. ഓക്കെ. അപ്പോ ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം നിങ്ങൾക്കെല്ലാം സുപരിചിതമാണല്ലോ. എന്നാൽ അതിന്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ് അത് രചിച്ചത്. ലോക മഹാകവികളിൽ ഒരാളാണ് അദ്ദേഹം. 1861 മെയ് മാസത്തിൽ ബംഗാളിലാണ് രവീന്ദ്രനാഥൻ രചിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ദേവേന്ദ്രനാഥ ടാഗോറും മാതാവ് ശാരദാദേവിയുമായിരുന്നു. അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബമായിരുന്നു അവരുടേത്. വീട്ടിൽ ട്യൂഷൻ മാസ്റ്ററെ വരുത്തിയാണ് രവീന്ദ്രനാഥനെ പഠിപ്പിച്ചത്. 12 വയസ്സുവരെ ഇങ്ങനെ കഴിഞ്ഞു. വീട്ടിലൊതുങ്ങിയ ആ ബാലനെ പിതാവ് ഒരിക്കൽ ഹിമാലയ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി. പുറം ലോകം കണ്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും അവസരം ലഭിച്ചത് കുട്ടിയിൽ വലിയ മാറ്റം വരുത്തി. ഈ മാറ്റത്തിന് തെളിവാണ് അദ്ദേഹം വളർത്തിയെടുത്ത ശാന്തി നികേതനം എന്ന വിദ്യാലയം. പിന്നീടത് വിശ്വഭാരതി സർവകലാശാലയായി. ശാന്തിയുടെ ഭവനം അഥവാ ഇരിപ്പിടം എന്നാണ് ശാന്തി നികേതനത്തിന്റെ അർത്ഥം. ഈ സ്ഥാപനം ലോകപ്രസിദ്ധമാണ്. ജയിലറ പോലെ അടച്ചുകെട്ടിയ മുറികളിലായിരുന്നില്ല അവിടുത്തെ പഠനം. പച്ചക്കുട നിവർത്തിയ മരങ്ങൾക്ക് കീഴിൽ സ്വതന്ത്രമായ പഠനാന്തരീക്ഷം. കാറ്റും വെളിച്ചവും ശുദ്ധവായുവും സുലഭം. കിളികളുടെ കളകൂജനങ്ങളും എപ്പോഴും കേൾക്കാമായിരുന്നു. കാലാവസ്ഥ മോശമാകുമ്പോൾ മാത്രമേ കെട്ടിടത്തിനുള്ളിലേക്ക് ക്ലാസ് മാറ്റിയിരുന്നുള്ളൂ. ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നിലവിലിരുന്നത്. ഗുരുക്കന്മാരും വിദ്യാലയത്തോട് ചേർന്നുള്ള ഭവനങ്ങളിൽ തന്നെ താമസിച്ചു. കുട്ടികൾക്ക് താമസിക്കാനും പ്രത്യേക മന്ദിരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സംശയങ്ങൾ തീർക്കാം. മരത്തണലുകളിൽ ശിഷ്യരോടൊപ്പം നടക്കുമ്പോഴും ഗുരുവിന് തന്റെ പാഠങ്ങൾ പഠിപ്പിക്കാം. നീലാംബരത്തിൽ താരകൾ തെളിയുന്ന രാത്രികാലങ്ങളിലായിരുന്നു വാന നിരീക്ഷണ ക്ലാസുകൾ. പ്രകൃതി നിരീക്ഷണം നടത്തിക്കൊണ്ടുള്ള ഈ പഠനം മണ്ണിനോടും വിണ്ണിനോടും ബന്ധപ്പെട്ടുള്ള ജീവിതത്തിന്റെ പഠനം തന്നെയായിരുന്നു. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകരുതെന്ന് ടാഗോർ വിശ്വസിച്ചു. കാനന ഭംഗി നിറഞ്ഞ ഈ വിദ്യാലയാന്തരീക്ഷം വിദ്യാർത്ഥികളുടെ മനസ്സിനെ വിശാലവും വിശുദ്ധവുമാക്കി. കലയും സാഹിത്യവും കൈത്തൊഴിലുകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 1921 ഈ സ്ഥാപനം സർവകലാശാലയായി തീർന്നപ്പോൾ പഠന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തേണ്ടി വന്നു. സ്വദേശികൾ മാത്രമല്ല, വിദേശികളായ ചില അധ്യാപകരും അവിടെ സേവനമനുഷ്ഠിക്കാൻ തയ്യാറായി. ചിലർ പ്രതിഫലം പറ്റാതെയാണ് അധ്യാപനം നിർവഹിച്ചത്. ടാഗോറിന്റെ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുക മഹാഭാഗ്യമായിട്ടാണ് അവർ കരുതിയത്. മോഹിത് ചന്ദ്ര സെൻ എന്ന അധ്യാപകൻ സ്ഥാപനത്തിൽ നിന്ന് വിട പറയുമ്പോൾ തന്റെ സമ്പാദ്യമായിരുന്ന 1000 രൂപ ശാന്തിനികേതനത്തിന് സംഭാവന ചെയ്തിട്ടാണ് പടിയിറങ്ങിയത്. 1913 നവംബർ മാസത്തിൽ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ലോകത്തിലെ അതിവിശിഷ്ടമായ സമ്മാനം. ഇന്ത്യയിൽ ലഭിച്ച ആദ്യത്തെ അവസരം. ആ മാസത്തിൽ തന്നെ ശാന്തിനികേതനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ വമ്പിച്ച പൗരസ്വീകരണം നൽകുകയുണ്ടായി. ഇതേ തുടർന്ന് കൽക്കത്ത സർവകലാശാല ഡി ലിറ്റ് ബിരുദവും ബ്രിട്ടീഷ് സർവകലാശാല നെറ്റ് പദവിയും നൽകി മഹാകവിയെ ആദരിച്ചു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളം ജാലിയൻ വാലാബാഗിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ദേശാഭിമാനിയായ മഹാകവി ഈ പദവി ഉപേക്ഷിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രവീന്ദ്രനാഥ് സർ ബഹുമതി ഉപേക്ഷിച്ചത്. പഠിച്ചിട്ടുണ്ടല്ലേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പഠിക്കുമ്പോ ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും വിളംബരം ചെയ്യുന്നതാണ് ടാഗോറിന്റെ മിക്ക കൃതികളും. ചെറുകഥ, കവിത, നാടകം, നോവൽ മുതലായ സാഹിത്യശാഖകളിൽ അനേകം വിശിഷ്ടകൃതികൾ മഹാകവി രചിച്ചിട്ടുണ്ട്. കാബൂളിവാല എന്ന ബാലസാഹിത്യകൃതി ലോകപ്രസിദ്ധമാണ്. പ്രശസ്തനായ ചിത്രകാരൻ കൂടിയായിരുന്നു ടാഗോർ. പ്രഭാഷകൻ എന്ന നിലയിലും അതുല്യ സ്ഥാനമാണ് ടാഗോറിനുള്ളത്. പല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്.
ഗുരുക്കന്മാരുടെ ഗുരുവിനെ തുല്യമായ അത്യുന്നത സ്ഥാനമുള്ള മഹാത്മാവിനെ ഗുരുദേവ് എന്നാണ് ജനങ്ങൾ വിളിച്ചു പോന്നത്. മഹാത്മാഗാന്ധിക്കും ഇങ്ങനെ വിളിക്കാനായിരുന്നു ഇഷ്ടം. 1941 ഓഗസ്റ്റ് 7 ആ വിശ്വമഹാകവി ലോകത്തോട് യാത്ര പറഞ്ഞു അല്ലേ? 1941 ഓഗസ്റ്റ് 7 ആ വിശ്വമഹാകവി ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പോ ടാഗോറിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? ജനഗണമന അതിനായക ജഹേ ഭാരത ഭാഗ്യവിധാത എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം നിങ്ങൾക്കെല്ലാം സുപരിചിതമാണല്ലോ, എല്ലാവർക്കും അറിയാലോ. എന്നാൽ അതിന്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾക്കറിയാം അല്ലെ? രവീന്ദ്രനാഥ് ടാഗോറാണ്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ് അത് രചിച്ചത്. ലോക മഹാകവികളിൽ ഒരാളാണ് അദ്ദേഹം അല്ലെ? ലോക മഹാകവികളിൽ ഒരാളാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. പിന്നെന്താ പറയുന്നത്? 1861 മെയ് മാസത്തിൽ ബംഗാളിലാണ് രവീന്ദ്രനാഥൻ ജനിച്ചത്. എപ്പോഴാണ് ജനിച്ചത്? അണ്ടർലൈൻ ചെയ്യണ മക്കളെ. 1861 മെയ് മാസത്തിൽ ബംഗാളിലാണ് രവീന്ദ്രനാഥൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ദേവേന്ദ്രനാഥ് ടാഗോറും മാതാവ് ശാരദാദേവിയുമായിരുന്നു അല്ലേ? അപ്പൊ അച്ഛനെയും അമ്മയെയും പറയുന്നുണ്ട്, അതില് അണ്ടർലൈൻ ചെയ്യണം. 1861 മെയ് മാസത്തിലാണ് ബംഗാളിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. മാതാവോ ആരായിരുന്നു? ശാരദാദേവി ആയിരുന്നു. ഓക്കെ, ആ പാരഗ്രാഫിൽ അത്രയും ഉണ്ട്, അണ്ടർലൈൻ ചെയ്യും. അന്തസ്സും ആഭിജാത്യവുമുള്ള, എന്താണ് അന്തസ്സും ആഭിജാത്യവും എന്ന് പറഞ്ഞാല്? അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബമായിരുന്നു അവരുടെ. ഓക്കെ, അവരുടെ കുടുംബം എന്തായിരുന്നു? അന്തസ്സുള്ളതാണെന്ന് പറഞ്ഞ എന്താണ്? രീതിയിലായിരുന്നു അല്ലേ? ഡീസന്റ് ഫാമിലി ആയിരുന്നു. ഓക്കെ, ഡീസന്റ് ഫാമിലി ആയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡീസന്റ് ഫാമിലി ആയിരുന്നു എന്നർത്ഥം അല്ലെ? വല്ലാത്ത ഇതിനൊന്നും പോവാത്ത നല്ല കുടുംബമായിരുന്നു, നല്ല സ്വഭാവമുള്ളവരായിരുന്നു എന്നർത്ഥം. കുടുംബമായിരുന്നു അവരുടെ. വീട്ടിൽ ട്യൂഷൻ മാസ്റ്ററെ വരുത്തിയാണ് രവീന്ദ്രനാഥനെ പഠിപ്പിച്ചത്. വീട്ടിലായിരുന്നു പഠനം. 12 വയസ്സുവരെ ഇങ്ങനെ കഴിഞ്ഞു. വീട്ടിലൊതുങ്ങിയ ആ ബാലനെ പിതാവ് ഒരിക്കൽ ഹിമാലയ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി. ആരായിരുന്നു പിതാവ്? രവീന്ദ്രനാഥന്റെ പിതാവ് ആരായിരുന്നു? ദേവേന്ദ്രനാഥ് ടാഗോർ. നമ്മൾ പറഞ്ഞില്ലേ മുന്നില്? ദേവേന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്തു? വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞ് പഠിക്കുന്നതായതുകൊണ്ട് എന്തായത്? പുറം ലോകം കണ്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? എവിടെ കൊണ്ടുപോയി? ഹിമാലയ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെയാണ് പുറം ലോകം കണ്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അവസരം ലഭിച്ചത്. കുട്ടിയിൽ അതെന്ത് ചെയ്തു? കുട്ടിയിൽ അത് വലിയ മാറ്റം വരുത്തി അല്ലെ? ഹിമാലയ പ്രദേശത്ത് ഒക്കെ കൊണ്ടുപോയത് എന്തായി? ടാഗോറിനെ വലിയൊരു മാറ്റം വരുത്തി. ഈ മാറ്റത്തിന് തെളിവാണ് അദ്ദേഹം വളർത്തിയെടുത്ത ശാന്തിനികേതനം. ശാന്തിനികേതനം കേട്ടിട്ടുണ്ടല്ലോ എന്ന വിദ്യാലയം അല്ലെ? ടാഗോറിന്റെ പ്രയത്ന ഫലമായിണ്ടായ ശാന്തിനികേതനം. പിന്നീട് അത് എന്തായി? വിശ്വഭാരതി സർവകലാശാലയിൽ. അപ്പൊ ശാന്തിനികേതനം എന്നത് അണ്ടർലൈൻ ചെയ്തോ. അതുപോലെ അതെന്തായി? പിന്നീട് എന്തായിട്ടാണ് അറിയപ്പെട്ടത്? വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല. അപ്പൊ അവിടെ വരെ മിസ് ഒന്നുകൂടി വായിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു നമുക്ക് അറിയുന്നത്. എന്നാണ്? ഒന്ന് പറഞ്ഞത് എന്താ? ജനഗണമനയുടെ കർത്താവ് ആരാണ്? മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? അദ്ദേഹം 1861 മെയ് മാസത്തിൽ ബംഗാളിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. പിതാവ് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. മാതാവ് ശാരദാദേവി അല്ലേ? അപ്പോ വീട്ടിൽ തന്നെയായിരുന്നു വിദ്യാഭ്യാസം നടത്തിയിരുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ. പിന്നെന്താ പറഞ്ഞത്? അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബമാണെന്ന് പറഞ്ഞു. 12 വയസ്സ് വരെ ഇങ്ങനെ കഴിഞ്ഞു. വീട്ടിലൊതുങ്ങിയ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? പുറം ലോകം കണ്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനുമായി എന്ത് ചെയ്തു? അച്ഛൻ ഹിമാലയ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അപ്പോ ആ കാഴ്ച എന്ത് ചെയ്തു? കുട്ടിയിൽ വലിയ മാറ്റം വരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് തെളിവാണ് അദ്ദേഹം വളർത്തിയെടുത്ത ശാന്തിനികേതനം എന്ന വിദ്യാലയം. പിന്നീട് എന്ത് പേരിലാണ് അറിയപ്പെട്ടത്?
വിശ്വഭാരതി സർവകലാശാല. ഇത്രയും കാര്യങ്ങൾ അതിൽ പറഞ്ഞത് അല്ലേ ആ പാരഗ്രാഫിൽ. ഓക്കെ, ആ പാരഗ്രാഫ് അത്ര വരെ ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? ഓക്കെ, ആതിര വായിക്കുമ്പോ ശ്രദ്ധിക്കണേ. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം നിങ്ങൾക്കെല്ലാം സുപരിചിതമാണല്ലോ. എന്നാൽ അതിന്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആണ് അത് രചിച്ചത്. ലോക മഹാകവികളിൽ ഒരാളാണ് അദ്ദേഹം. 1861 മെയ് മാസത്തിൽ ബംഗാളിലാണ് രവീന്ദ്രനാഥൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ദേവേന്ദ്രനാഥ ടാഗോറും മാതാവ് ശാരദാ ദേവിയുമായിരുന്നു. അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബമായിരുന്നു അവരുടേത്. വീട്ടിൽ ട്യൂഷൻ മാസ്റ്ററെ വരുത്തിയാണ് രവീന്ദ്രനാഥനെ പഠിപ്പിച്ചത്. 12 വയസ്സുവരെ ഇങ്ങനെ കഴിഞ്ഞു. വീട്ടിലൊതുങ്ങിയ ആ ബാലനെ പിതാവ് ഒരിക്കൽ ഹിമാലയ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി. പുറം ലോകം കണ്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അവസരം ലഭിച്ചത് കുട്ടിയിൽ വലിയ മാറ്റം വരുത്തി. ഈ മാറ്റത്തിന് തെളിവാണ് അദ്ദേഹം വളർത്തിയെടുത്ത ശാന്തിനികേതനം എന്ന വിദ്യാലയം. പിന്നീട് അത് വിശ്വഭാരതി സർവകലാശാലയായി മാറി. ഓക്കെ, അത്ര വരെയാണ് നമ്മൾ പഠിച്ചല്ലേ. പിന്നീട് അത് വിശ്വഭാരതി സർവകലാശാല. അപ്പൊ അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ശാന്തിയുടെ ഭവനം അഥവാ ഇരിപ്പിടം എന്നാണ് ശാന്തി നികേതനത്തിന്റെ അർത്ഥം. എന്താണ് ശാന്തി നികേതനത്തിന്റെ അർത്ഥം? ശാന്തിയുടെ ഭവനം. ശാന്തി പറഞ്ഞ എന്താണ്? സമാധാനം അല്ലെ. ശാന്തിയുടെ ഭവനം അഥവാ സമാധാനം ഉള്ളത് അർത്ഥം. ഭവനം അഥവാ ഇരിപ്പിടം എന്നാണ് ശാന്തി നികേതനത്തിന്റെ അർത്ഥം. എന്തോ ഒരു സുഖമുണ്ട് ശാന്തി നികേതനം എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ. വല്ലാത്തൊരു ശാന്തി സമാധാനം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഈ സ്ഥാപനം ലോക പ്രസിദ്ധമാണ്. ജയിലറ പോലെ അടച്ചുകെട്ടിയ മുറികളിലായിരുന്നില്ല അവിടുത്തെ പഠനം. എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഈ വെറും ഇതിൽ മാത്രമായിരുന്നില്ല, റൂമുകളിൽ മാത്രമായിരുന്നില്ല, പുറത്ത് നല്ല ശുദ്ധവായുവും മരത്തണലിലും ഒക്കെ ആയിരുന്നു ക്ലാസ് എന്നാണ് പറഞ്ഞത്. പച്ചക്കുട നിവർത്തിയ മരങ്ങൾക്ക് കീഴിൽ സ്വതന്ത്രമായ പഠനാന്തരീക്ഷം അല്ലെ. ഇങ്ങനെയായിരുന്നു, മരങ്ങളുടെ കീഴിലാണെന്ന് അർത്ഥം. കാറ്റും വെളിച്ചവും ശുദ്ധവായുവും സുലഭം അല്ലെ. കാറ്റും വെളിച്ചവും ശുദ്ധവായുവും ലഭിക്കുന്ന പ്രദേശത്തായിരുന്നു അവിടെ ക്ലാസ്സുകൾ എടുത്തത്. അടുത്തെന്താ പറഞ്ഞേ? കിളികളുടെ കളകൂജനങ്ങളും എപ്പോഴും കേൾക്കാമായിരുന്നു അല്ലെ. കിളികളുടെ ശബ്ദങ്ങൾ, കളകൂജനങ്ങൾ എപ്പോഴും കേൾക്കാമായിരുന്നു. കാലാവസ്ഥ മോശമാകുമ്പോൾ മാത്രമേ കെട്ടിടത്തിനുള്ളിലേക്ക് ക്ലാസ് മാറ്റിയിരുന്നു. അതായത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മാത്രമാണ് കെട്ടിടത്തിനുള്ളിലേക്ക് ക്ലാസ്സുകൾ മാറ്റുന്നത്. അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? പുറത്തെ നല്ല അന്തരീക്ഷത്തിലെ മരത്തിന്റെ തണലില് നല്ല ശുദ്ധവായുവും കാറ്റും വെളിച്ചവും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്തായിരുന്നു ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അതുപോലെയോ എന്താ, കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ കേൾക്കാമായിരുന്നു. ഇപ്പം മഴയോ അങ്ങനെ എന്തെങ്കിലും കാലാവസ്ഥ മോശമാകുന്ന സമയത്ത് മാത്രമാണ് കെട്ടിടങ്ങളിലേക്ക് ക്ലാസ് മാറ്റിയിരുന്നുള്ളൂ. ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നിലവിലിരുന്നത്. ഗുരുക്കന്മാരും വിദ്യാലയത്തോട് ചേർന്നുള്ള ഭവനങ്ങളിൽ തന്നെ താമസിച്ചു. കുട്ടികൾക്ക് താമസിക്കുവാനും പ്രത്യേക മന്ദിരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സംശയങ്ങൾ തീർക്കാം. മരത്തണലുകളിൽ ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോഴും ഗുരുവിന് തന്റെ പാഠങ്ങൾ പഠിപ്പിക്കണം അല്ലെ. അവിടെ തന്നെ താമസിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് എന്താണ്, ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കുടുംബാംഗങ്ങളെ പോലെ സംശയങ്ങൾ തീർക്കാനും ഒക്കെ ശിഷ്യർക്ക് അവസരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ, ഒന്നിച്ച് നടക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഗുരുവിന് തന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അല്ലെ. ഏത് സമയത്തും കൃത്യമായ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് 10 മണി to 4 മണി അങ്ങനെയല്ല. അവിടെ തന്നെ ആയതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യുക, അധ്യാപകർക്ക് പഠിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോ ആ പാരഗ്രാഫ് എന്താ പറഞ്ഞത്? ശാന്തിയുടെ ഭവനം അഥവാ ഇരിപ്പിടം എന്നാണ് ശാന്തി നികേതനത്തിന്റെ അർത്ഥം. ഈ സ്ഥാപനം ലോകപ്രസിദ്ധമാണ്. ജയിലറ പോലെ അടച്ചുകെട്ടിയ മുറികളിലായിരുന്നില്ല അവിടുത്തെ പഠനം. പച്ചക്കുട നിവർത്തിയ മരങ്ങൾക്ക് കീഴിൽ സ്വതന്ത്രമായ പഠനാന്തരീക്ഷം, കാറ്റും വെളിച്ചവും ശുദ്ധവായുവും സുലഭം. സുലഭം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ധാരാളം അല്ലെ. ആവശ്യത്തിനനുസരിച്ച് സുലഭം, ധാരാളമായി ലഭിക്കുന്നതാണ് സുലഭം. പിന്നെന്താ പറഞ്ഞ? കിളികളുടെ കളകൂജനങ്ങളും എപ്പോഴും കേൾക്കാമായിരുന്നു. കാലാവസ്ഥ മോശമാകുമ്പോൾ മാത്രമേ കെട്ടിടത്തിനുള്ളിലേക്ക് ക്ലാസ് മാറ്റിയിരുന്നുള്ളൂ. ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നിലവിലിരുന്നത്. ഗുരുക്കന്മാരും വിദ്യാലയത്തോട് ചേർന്നുള്ള ഭവനങ്ങളിൽ തന്നെ താമസിച്ചു. കുട്ടികൾക്ക് താമസിക്കുവാനും പ്രത്യേക മന്ദിരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സംശയങ്ങൾ തീർക്കാം.
മരത്തണലുകളിൽ ശിഷ്യരോടൊപ്പം നടക്കുമ്പോഴും ഗുരുവിന് തന്റെ പാഠങ്ങൾ പഠിപ്പിക്കാം. ഓക്കെ, ആ 2 പാരഗ്രാഫ് ഇനി ആരാ വായിക്കുന്ന അടുത്തേ? ഇപ്പൊ നമ്മളടുത്തേ എല്ലാരും വീഡിയോ ഓഫാക്കി അവിടെ ഇരിക്കേന്. ആരാണ് ജസ്റ്റിസ് ഒന്ന് വായിച്ചത്? ജസ്റ്റിസ് ഇപ്പൊ എടുത്ത 2 പാരഗ്രാഫ് ശ്രദ്ധിക്കണേ. ശാന്തിയുടെ ഭവനം അഥവാ ഇരിപ്പിടം എന്നാണ് ശാന്തിനികേതനത്തിന്റെ അർത്ഥം. ഈ സ്ഥാപനം ലോകപ്രസിദ്ധമാണ്. ജയിലറ പോലെ അടച്ചുകെട്ടിയ മുറികളായിരുന്നില്ല അവിടുത്തെ പഠനം. പച്ചക്കുട നിവർത്തിയ മരങ്ങൾക്ക് കീഴിലെ സ്വതന്ത്രമായ പഠനാന്തരീക്ഷം. കാറ്റും വെളിച്ചവും ശുദ്ധവായുവും സുലഭം. കിളികളുടെ കളകൂഞ്ചനങ്ങളും എപ്പോഴും കേൾക്കാനായിരുന്നു. കാലാവസ്ഥ മോശമാകുമ്പോൾ മാത്രമേ കെട്ടിടത്തിനുള്ളിലേക്ക് ക്ലാസ് മാറ്റിയിരുന്നുള്ളൂ. ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നിലവിലിരുന്നത്. ഗുരുക്കന്മാരും വിദ്യാലയത്തോട് ചേർന്നുള്ള ഭവനങ്ങളിൽ തന്നെ താമസിച്ചു. കുട്ടികൾക്ക് താമസിക്കാനും പ്രത്യേകം മന്ദിരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സംശയങ്ങൾ തീർക്കാം. മരത്തണലിലിരുന്ന ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോൾ തന്റെ പാഠങ്ങൾ പഠിപ്പിക്കാം. ഓക്കെ, അടുത്ത ആരാ വായിക്കുന്നേ? അത് ഹലീമ ഒന്ന് വായിച്ചേ ആദ്യം മുതല്. ജനഗണമന അതിനായക ജയ ഭാരതി ഭാഗ്യ വിധാത എന്ന് തുടങ്ങുന്ന ദേശീയഗാനം നിങ്ങൾക്കെല്ലാം സുപരിചിതമാണല്ലോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പരിചിതമാണെന്ന് അർത്ഥം അല്ലെ? സുപരിചിതം, പരിചിതമായത്. എന്നാൽ അതിന്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ആണ് അത് രചിച്ചത്. ലോകമഹാകവികളിൽ ഒരാളാണ് അദ്ദേഹം. 1861 അല്ലേ? 1861 അല്ലേ ഇവിടെ? 1861 മെയ് മാസത്തിൽ ബംഗാളിലാണ് രവീന്ദ്രനാഥ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ദേവേന്ദ്രനാഥ ടാഗോറും മാതാവ് ശാരദാദേവിയുമായിരുന്നു. അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബമായിരുന്നു അവരുടേത്. വീട്ടിൽ ട്യൂഷൻ മാസ്റ്ററെ വരുത്തിയാണ് രവീന്ദ്രനാഥിനെ പഠിപ്പിച്ചത്. 12 വയസ്സുവരെ ഇങ്ങനെ കഴിഞ്ഞു. വീട്ടിൽ ഒതുങ്ങിയ ആ ബാലനെ പിതാവ് ഒരിക്കൽ ഹിമാലയ പർവ്വത പ്രദേശത്തേക്കു കൊണ്ടുപോയി. പുറം ലോകം കണ്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അവസരം ലഭിച്ചത് കുട്ടിയിൽ വലിയ മാറ്റം വരുത്തി. ഈ മാറ്റത്തിന് തെളിവാണ് അദ്ദേഹം വളർത്തിയെടുത്തത് ശാന്തിനികേതനം എന്ന വിദ്യാലയം. പിന്നീട് ഭാരതി സർവകലാശാലയായി. ഓക്കെ, നെക്സ്റ്റ് ജുവാന ഒന്ന് വായിച്ചേ. ജുവാന, ഇവരെല്ലാം എവിടെ വീഡിയോ ഇത് ഓണാക്കി വെച്ചിട്ട് എവിടെയോ പോയതാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ജുവാന കേൾക്കുന്നില്ല? വായിച്ചേ അവിടുന്ന്. കിട്ടിയില്ല, പോയി. അതാണ് ഞാൻ വായിച്ച പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ല മിസ്, എനിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് കോവിഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ എന്റെ കണ്ണിന്റെ പവർ ഒക്കെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഇവിടുന്നാണ്. ആണോ മോളെ? അപ്പൊ ശാന്തിയുടെ ഭവനം അഥവാ, അതായത് 4-ാമത്തെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. ശാന്തിയുടെ ഭവനം അഥവാ ഇരിപ്പിടം എന്താണ്
നികേതനത്തിന്റെ ശാന്തി നികേതനത്തിന്റെ അർത്ഥം ഈ സ്ഥാപനം ഉം. ലോകപ്രസിദ്ധമാണ്. ഉം. ജയിലറ പോലെ അടച്ചു അടച്ചിട്ടു കെട്ടിയ മുറികളിലായിരുന്നില്ല അവരുടെ അവിടുത്തെ പഠനം. പഠനം. അവിടുത്തെ പഠനം പച്ചക്കൂട നിവർത്തിയ മരങ്ങളുടെ കീഴിൽ സ്വതന്ത്രമായ പഠനാന്തരീക്ഷം, കാറ്റും വെളിച്ചവും ശുദ്ധവായുവും സുലഭം, കിളികളുടെ കളകൂജനങ്ങളും എപ്പോഴും കേൾക്കാമായിരുന്നു. കാലാവസ്ഥ മോശമാകുമ്പോൾ മാത്രമേ കെട്ടിടത്തിനുള്ളിലേക്ക് ക്ലാസ് മാറ്റുകയുള്ളൂ. ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നിലനിന്നിരുന്നത്. ഗുരുക്കന്മാരെയും വിദ്യാലയത്തോട് ചേർത്തുള്ള ഭവനത്തിൽ താമസിച്ചു. കുട്ടികൾക്ക് താമസിക്കുവാനും പ്രത്യേക മന്ദിരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സംശയം തീർക്കാം. മരത്തണലുകളിൽ ശിഷ്യരോടൊപ്പം നടക്കുമ്പോഴും ഗുരുവിന് തന്റെ പാഠങ്ങൾ പഠിപ്പിക്കാം. വീഡിയോ ഓണാവാത്തതാ, ഇടക്കിടക്ക് ഓഫ് ആവുന്നുണ്ട്. അതെ അല്ലേ ജുവാന? എന്നിട്ട് മോളുടെ കണ്ണിന്റെ ഇനി ശരിയാവില്ലേ? ഇല്ല മിസ്സേ, അതിന് ഗ്ലാസ് വെക്കണം. അയ്യോ, അതുകൊണ്ട് മാത്രാണോ? അല്ല മിസ്സേ, അങ്ങനെ ഒരു ഫാക്ട് ഉണ്ട്. കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഓർഗൻസിന് തകരാറുണ്ടാവും. അതെ അല്ലേ? എനിക്കും പപ്പയ്ക്കും കണ്ണിനാ വന്നത്. ഹലീമക്ക് കോവിഡ് വന്നായിരുന്നില്ലേ? ഹലീമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തലക്കോ? എന്ത് പറ്റി? തലവേദനയാ? അതെ അല്ലേ? ഓക്കെ, ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഇനി കോവിഡ് വരാതിരിക്കാൻ. ഓക്കെ, അപ്പോ ഇനി അടുത്താരാ? ഹെവനെ കാണുന്നില്ല, ഹെവൻ പോയി. ശ്രീവിഷ്ണു ഒന്ന് വായിച്ചേ മോനെ. ശ്രീവിഷ്ണു പോയോ? ജോയൽ, ജീവക്ക് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വായിച്ചോ? ശ്വാസം മുട്ടിട്ട് ആവി പിടിക്കാടോ? എന്ത് പറ്റി? അതെ അല്ലേ? ഞാൻ അമ്മേനൊന്ന് വിളിച്ചു നോക്കാം ശ്വാസം മുട്ടുണ്ടോന്ന്. ജീവ എവിടെ ഇരിക്കുന്നുണ്ട്? ജീവക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ജീവ ശ്രീവിഷ്ണു വായിച്ചോ? ശ്രീവിഷ്ണു നെറ്റിന്റെ ആണെന്ന് തോന്നുന്നു കുറെയൊക്കെ. ശ്രീവിഷ്ണുവിന് കേൾക്കുന്നുണ്ടോ? ശ്രീവിഷ്ണു ഹെവൻ കേൾക്കുന്നുണ്ടോ? ഇല്ലേ? ജീവക്കും ഹെവനെയും കേൾക്കുന്നില്ലേ? ജീവ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? വെറുതെ കുട്ടികൾ അവിടെ ഉണ്ട് എന്നല്ലാതെ ഒരു പ്രതികരണവും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാതെയാ നല്ലത് കേട്ടോ.
ജീവക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ജീവ? എനിക്ക് കേൾക്കുന്നുണ്ട് മിസ്സേ. ഹെവൻ എന്നാ വായിച്ചോ ഹെവൻ. മ്യൂട്ട് ചെയ്യല്ല ഹെവൻ. മ്യൂട്ട് ചെയ്തു. കുറച്ച് തോന്നുന്നുണ്ടല്ലോ. മിസ് ഇന്ന് എനിക്ക് വായിക്കാൻ പറ്റില്ല. അത് ഞാൻ വാട്സപ്പിൽ മിസ്സിന് മെസ്സേജ് അയക്കാം. അതെന്തേ? കാരണം ഞാൻ ഇപ്പൊ മെസ്സേജ് അയക്കാം. വേഗം വായിച്ചേ ഹെവൻ. അൺമ്യൂട്ട് ചെയ്ത് വായിക്കേ. ശ്രീവിഷ്ണു എന്തായി? ശ്രീവിഷ്ണു ഇടക്കിടക്ക് പോകുന്നുണ്ടല്ലോ. ശ്രീവിഷ്ണു ഇടക്ക് വരും, എനിക്ക് പിന്നെ കാണില്ല. ഹെവൻ ഇത് കഴിഞ്ഞിട്ടില്ല വായന, നിനക്ക് വേണ്ട. ഇപ്പൊ വായിക്കാൻ പറ്റുമോ വായിച്ചോ. ശ്രീവിഷ്ണു വായിച്ചോ. ശ്രീവിഷ്ണു നെറ്റിന്റെ കുഴപ്പമുണ്ട് തോന്നി. വായിച്ചോ, പറ്റുന്ന പോലെ വായിച്ചോ. മ്യൂട്ടായി. എന്ത് ചെയ്യാനാ? ആർക്കും കേൾക്കുന്നില്ലേ ഇപ്പൊ?